ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെയിൽ ഫ്രോഗ്. നമ്മളിത് കാണാൻ പോകുന്നത് 2022 പുറത്തിറങ്ങിയിട്ടുള്ള റൊമാൻറ്റിക് സൈഫൈ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഡിറ്റോ എന്ന സിനിമയാണ്. അപ്പോൾ ഇങ്ങനെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോൾ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ മ്യൂനി എന്ന പേരുള്ള ഒരു പെൺകുട്ടിയാണ് കാണിക്കുന്നത്. അവളാണെന്നുണ്ടെങ്കിൽ ഒരു പഴയ ഹാം റേഡിയോയും അതുപോലെ തന്നെ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളൊരു മാനുവലും എടുത്തു വെച്ചിട്ട് ഇപ്പോൾ അത് വർക്ക് ചെയ്ത് നോക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ആ ഒരു ഹാം റേഡിയോയുടെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മളെ കാണിക്കുകയാണ്. ഈ ഒരു ഹാം റേഡിയോയുടെ ഉള്ളിൽ സാധാരണയിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഹീറോനെയാണ് കാണിക്കുന്നത്. അവനൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഹീറോയും ഇപ്പൊ അവന്റെ ഫ്രണ്ട് കൂടിയിട്ട് സൈക്കിൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറോയിന്റെ ഫ്രണ്ട് ഇപ്പോൾ പറയുന്നുണ്ട്, എടാ നമ്മുടെ കോളേജിലേക്ക് ഒരു പെൺകുട്ടി വരുന്നുണ്ട്, അതായത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു പെൺകുട്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് നല്ല രീതിയിൽ ഷോക്കാവാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുള്ളത് 1999 ഈ ഒരു കാലഘട്ടത്തിലൊക്കെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് സാധാരണ പെൺകുട്ടികൾ അങ്ങനെ അപ്ലൈ ചെയ്യാറുണ്ടായിരുന്നില്ല. അവൾ ഇവിടേക്ക് വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഹീറോയിന്റെ ഫ്രണ്ട് ഇപ്പോൾ അവിടുന്ന് പോവുകയാണ്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ അവന്റെ ഫ്രണ്ട് പോകുന്നതിന് മുന്നേ തന്നെ അവളെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അവൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരമായ സമയത്ത് അവൾക്ക് ഒരു വോയിസ് മെസ്സേജ് അയക്കുകയാണ്. ഇന്നിവിടെ ഒരു പാർട്ടി നടക്കാൻ പോകുന്നുണ്ട്, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാവരും തന്നെ ആ ഒരു പാർട്ടിയിലുണ്ടാവും, നീ എവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാവരെയും പരിചയപ്പെടാം, നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി എടുക്കാന്നൊക്കെ അവനിപ്പോൾ ആ ഒരു വോയിസ് മെസ്സേജിൽ പറയുന്നുണ്ട്. ഈ ഒരു യൂണിവേഴ്സിറ്റിനെ പറ്റിയിട്ട് നിനക്ക് ഞാൻ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു തരാന്നൊക്കെ അവനിപ്പോൾ പറയുന്നുണ്ട്. ഇപ്പൊ ക്ലാസ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അവൻ വീട്ടിലേക്ക് പോവാണ്. ഇതേ സമയത്ത് തന്നെ അവനൊരു വോയിസ് മെസ്സേജ് വരുന്നുണ്ട്. ഈ വോയിസ് മെസ്സേജ് അയച്ചത് ആ ഒരു പെൺകുട്ടി തന്നെയായിരുന്നു. ആ ഒരു പാർട്ടി നടക്കുന്നതിന് മുന്നേ നമുക്കൊന്ന് മീറ്റ് ചെയ്യണമെന്നായിരുന്നു അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹീറോയും ഇപ്പോൾ അവളെ കാണാനായിട്ട് പോവാണ്. ഇവര് രണ്ടുപേരും ഇതിനു മുന്നേ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇവരെ ഡ്രസ്സ് വെച്ചിട്ടാണ് ഇവർ കണ്ടുപിടിക്കുന്നത്. ഇവനെ കണ്ട സമയത്ത് തന്നെ എന്റെ പേര് ഹൻസോൾ ആണെന്ന് പറഞ്ഞിട്ട് അവനെ പരിചയപ്പെടുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. അതുപോലും നോക്കാതെ അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഇപ്പൊ അവള് നിനക്കൊരു ഫോൺ വരുന്നുണ്ട്, എടുത്ത് നോക്കുന്നു പറയാണ്. ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് അത് അവന്റെ ഫ്രണ്ട് തന്നെയായിരുന്നു. ഞാൻ തന്നെ ഇപ്പൊ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കാം, ഒന്ന് കട്ടിയിടാന്ന് പറഞ്ഞിട്ട് അവനിപ്പോ ഫോൺ വെക്കുകയാണ്. ഇപ്പൊ ഹീറോയിന്റെ നേരെ തിരിഞ്ഞിട്ട് നിനക്ക് ഞാൻ എന്തോ ഒരു ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ ഞാൻ ആദ്യമായിട്ടല്ല ഈ ഒരു ക്യാമ്പസിലേക്ക് വരുന്നത്, ഈ ഒരു ക്യാമ്പസ് നിനക്ക് എന്നെ ഒന്ന് ചുറ്റി കാണിക്കാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ രണ്ടുപേരും കൂടിയിട്ട് ആ ഒരു ക്യാമ്പസ് മുഴുവനായിട്ട് അങ്ങനെ ചുറ്റി നടക്കുകയാണ്. ഇവരുടെ ക്യാമ്പസിൽ തിയേറ്ററും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ടതിന് ശേഷം ഇവർ ആ ഒരു കോളേജ് കൂടെ അങ്ങനെ ചുറ്റി നടക്കുകയാണ്. ഇതിനിടയിൽ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്ലോസ് ചെയ്ത് വെച്ചിട്ടുള്ള റൂം ഇവർ കാണുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് ഹീറോയിൻ ഇപ്പോൾ ഹീറോയിനോട് ചോദിക്കുന്നുണ്ട്. ഗ്ലാസ് വഴി അവർ ഉള്ളിലേക്ക് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഹാം റേഡിയോ ഇരിക്കുന്നുണ്ടായിരുന്നു. ഹീറോയിൻ ഇത് കണ്ട സമയത്ത് ഒരുപാട് എക്സൈറ്റഡ് ആവുകയാണ്. ഈ ഒരു ഹാം റേഡിയോനെ പറ്റിയിട്ട് നിനക്ക് എന്തെങ്കിലും അറിയാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വാ നമുക്കത് ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാന്ന് പറഞ്ഞിട്ട് അവരിപ്പോൾ മുന്നോട്ടേക്ക് പോവുകയാണ്. ഇപ്പോൾ ഹാം റേഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്നുള്ളത് നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അവരങ്ങനെ വീണ്ടും മുന്നോട്ടേക്ക് പോവുകയാണ്. ഹീറോയിനിപ്പോൾ ഈ ഒരു ക്യാമ്പസിലുള്ള സീനിയേഴ്സിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. ഹീറോ ഇപ്പോൾ പറയാണ് അവർക്ക് ആർക്കും എന്നെ കണ്ടെടുത്താൽ കണ്ടുകൂടാ. ഇപ്പോൾ ഹീറോയിൻ പറയാണ് നീ ഒരു നൈസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആണല്ലോ, എനിക്ക് ഇതിനെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഹീറോയ്ക്കും ഒരുപാട് സന്തോഷമാവാണ്. അവരിങ്ങനെ നടന്നിട്ട് ഹീറോയിൻ നിൽക്കുന്ന ആ ഒരു ഹോസ്റ്റലിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. ഹീറോയിൻ ഇപ്പോൾ അവളുടെ അടുത്ത് ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് മേലേക്ക് കയറി പോവാണ്. ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇവളുടെ കൂടെ കുറച്ച് സമയം കൂടി സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. അവനിപ്പോൾ അവളുടെ അടുത്ത് വിളിച്ചു ചോദിക്കുന്നുണ്ട്, നാളെ നമുക്കൊരു കോഫി കുടിക്കാനായിട്ട് പോയാലോ? ഇപ്പൊ ഹീറോയിനും ഓക്കെ എന്ന് പറയാണ്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഹീറോയും അവന്റെ ഫ്രണ്ടിനെയാണ് കാണിക്കുന്നത്. ഹീറോയിന്റെ ഫ്രണ്ടിനെ നമുക്ക് ടോം എന്ന് വിളിക്കാം. ഹീറോ ഇപ്പോൾ ടോമിനോട് ചോദിക്കുകയാണ്, എടാ നമ്മുടെ കോളേജിൽ ഒരു ഹാം റേഡിയോ അടച്ചു വെച്ചിട്ടില്ലേ, അതേപോലെ ഒരു ഹാം റേഡിയോ നിന്റെ കയ്യിലും ഇല്ലേ, നിനക്കതെങ്ങനെ യൂസ് ചെയ്യണമെന്നൊക്കെ അറിയില്ലേ, അത് എന്നെ ഒന്ന് പഠിപ്പിച്ചു തരോ, കുറച്ച് ദിവസം ഞാൻ അതിന്റെ കയ്യിൽ വെച്ചോട്ടെ എന്നൊക്കെ ചോദിക്കുകയാണ്. ടോമും ഓക്കെ എന്ന് പറയാണ്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ നേരെ അവന്റെ വീട്ടിലേക്ക് പോയിട്ട് ആ ഒരു ഹാം റേഡിയോ എടുത്ത് വരുന്നുണ്ട്. ഹീറോ ഇപ്പോൾ അവന്റെ വീട്ടിലേക്ക് വന്ന ഉടനെ തന്നെ അവന്റെ പെറ്റിനെ കയ്യിലെടുത്തിട്ട് അതിനോട് സംസാരിക്കുകയാണ്. ഇന്ന് എന്താ സംഭവിച്ചെന്ന് നിനക്കറിയോ? കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടി ഇന്ന് എന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവൾ എന്റെ അടുത്ത് കുറെ നേരം സംസാരിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. ഇപ്പൊ നമുക്ക് ഈ ഒരു ഹാം റേഡിയോനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് വേറെ ഒരാളുമായിട്ട് സംസാരിക്കാനായിട്ട് സാധിക്കും. റേഡിയോ ഫ്രീക്വൻസികൾ വഴിയാണ് അത് സാധ്യമാവുന്നത്. പിറ്റേ ദിവസം രാവിലെ ഇവരുടെ കോളേജിൽ ഒരു മ്യൂസിക് കോൺസെർട്ട് നടക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ഹീറോയിനും തമ്മിൽ കാണുകയാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു കോളേജ് മുഴുവനും അവരങ്ങനെ ചുറ്റി നടക്കുന്നുണ്ട്. ഇതിനിടയിൽ ഒരാളങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് ഈ ഒരു ലോകം നശിക്കാൻ പോവാണ്, ന്യൂക്ലിയർ വാർ കാരണം ഈ ഒരു ലോകം മുഴുവൻ നശിക്കാൻ പോവാന്നൊക്കെ അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ട് ആ ഒരു ഭാഗത്ത് നിന്ന് പോവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഹീറോയിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അയാൾ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളത്. ഇപ്പൊ ഹീറോ പറയാണ്, എന്തായാലും കുറച്ച് നാളത്തേക്ക് ഈ ഒരു ലോകമൊന്നും നശിക്കാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ ഒരു പെൺകുട്ടിയായിട്ട് മര്യാദയ്ക്ക് ഒരു ഡേറ്റിന് പോലും പോയിട്ടില്ല, ഇപ്പോഴാണ് അതിനൊക്കെ സാധിച്ചതെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഹീറോയിൻ പറയാണ്, നീ വെറുതെ പറയുന്നതാണ്, കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഒരു കോളേജ് മുഴുവൻ നല്ല പോപ്പുലർ ആണെന്ന് കേട്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കളിയാക്കി ചിരിച്ചിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ള ഒരു നോട്ടീസ് ബോർഡ് നോക്കിയിട്ട് അടുത്ത വർഷത്തേക്ക്
ഞാനും സീനിയർ ആവാൻ പോവാന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആ ഒരു പെൺകുട്ടി പറയാണ്, എന്റെ അച്ഛനെ പോലെ എനിക്കും ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം, അത് നല്ല രീതിയിലൊക്കെ നോക്കി നടത്തി കൊണ്ടുപോകണമെന്നൊക്കെ പറയാണ്. ഇപ്പൊ ഹീറോയോട് ചോദിക്കുന്നുണ്ട്, അല്ല നിന്റെ അംബീഷൻ എന്താണ്? ഇപ്പൊ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഇവളെ കണ്ടിട്ട് ആകെ കിളി പോയി അങ്ങനെ നിൽക്കുകയാണ്. അത് പിന്നെ എനിക്ക് നിന്നെ കിസ് ചെയ്യണം, അതാണ് എനിക്കിപ്പോ തോന്നിയെന്ന് പറയുന്നുണ്ട്. ഇവൻ അറിയാതെ എങ്ങനെ പറഞ്ഞു പോയത് കേട്ടിപ്പോ ഹീറോയിനാണെന്നുണ്ടെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയാതെ അങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. ഹീറോയും ഇപ്പോ ഞാനത് പെട്ടെന്ന് പറഞ്ഞു പോയതാണ്, നീ ഒന്നും വിചാരിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കിളി പോയിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നേരത്തെ ഇവർ കണ്ടിട്ടുള്ള അയാള് ഈ ഒരു ലോകം നശിക്കാൻ പോവാണ്, എന്തായാലും ഈ ഒരു ലോകം നശിക്കുന്നൊക്കെ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഹീറോയിന്റെ ഫ്രണ്ടും ആ ഒരു ഭാഗത്തേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. ഇവനെ കണ്ട സമയത്ത് തന്നെ അവൻ എന്നെ വിളിക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് പോട്ടെ എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് അവൻ ഓടിയിട്ട് ഓവന്റെ അടുത്തേക്ക് പോവാണ്. അവന്റെ റൂമിലേക്ക് വന്നിട്ട് ഇപ്പോ പെറ്റിന്റെ അടുത്ത് സംസാരിക്കുകയാണ്. ഞാനൊരു പെൺകുട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ഞാൻ എന്തൊക്കെയോ അവളുടെ അടുത്ത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോ അവൾ എന്റെ അടുത്ത് സംസാരിക്കുന്ന പോലും തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ആ ഒരു ഹാം റേഡിയോയിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട്. ഹീറോയും ഇപ്പൊ ഓടി വന്നിട്ട് ആരാണ് നോക്കുകയാണ്. നോക്കുന്ന സമയത്ത് അതൊരു പെൺകുട്ടിയായിരുന്നു. സിക്യു അവിടെ ആരെങ്കിലും ഉണ്ടോ, ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇപ്പൊ ഹീറോയും അവരുടെ അടുത്ത് ഹലോ എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. വാവ്, ഇത് വർക്ക് ചെയ്യുന്നുള്ളത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ശരി, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഈ ഒരു ബുക്കിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഹീറോ ഇപ്പൊ ചോദിക്കാണ്, ബുക്കോ, എന്ത് ബുക്ക്? അത് പിന്നെ എന്റെ കയ്യിൽ ഈ ഒരു ഹാം റേഡിയോയുടെ ഒരു ബിഗിനർ ഗൈഡ് ഉണ്ട്, അതിലും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. ശരി, എന്റെ പേര് കിങ് യോങ് എന്നാണ്. ഇപ്പൊ ആ ഒരു പെൺകുട്ടിയും എന്റെ പേര് മ്യൂനി എന്നാണെന്ന് പറഞ്ഞിട്ട് അവന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഹാങ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഹീറോയ്ക്ക് അത്ഭുതമാണ്. അങ്ങനെയാണോ, ഞാനും ആ ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് പഠിക്കുന്നത്. നീ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്? ഞാൻ സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റിലാണ് പഠിക്കുന്നത്. ആക്ച്വലി ഒരു അസൈൻമെന്റിന് വേണ്ടിയിട്ട് ഒരു സ്ട്രേഞ്ചറിന്റെ ഇന്റർവ്യൂ എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഹാം റേഡിയോ യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇത് വർക്ക് ചെയ്യുന്നുള്ളത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ ഇപ്പൊ ആ ഒരു പെൺകുട്ടി പറയുന്നുണ്ട്. ഇപ്പൊ ഹീറോ പറയാണ്, ശരി ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം, അതിന് പകരമായിട്ട് നീ ആ ഒരു ബിഗിനർ ഗൈഡ് എനിക്ക് തരുമോ? അതെന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് എനിക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം പഠിച്ചെടുക്കാലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ രണ്ടുപേരും കൂടിയിട്ട് നാളെ മീറ്റ് ചെയ്യാന്നുള്ളത് പറയാണ്. ശരി, നാളെ ഉച്ചയ്ക്ക് ഒരു മണിയാവുന്ന സമയത്ത് ആ ഒരു ഓൾഡ് ബിൽഡിംഗിൽ വെച്ചിട്ട് നമുക്ക് മീറ്റ് ചെയ്യാന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ആ ഒരു ലൈൻ കട്ടാവുകയാണ്. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് നമ്മുടെ ഹീറോ ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് നേരം അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. എന്നാൽ ഒരുപാട് നേരമായിട്ടും അവളെ കാണുന്നുണ്ടായിരുന്നില്ല. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു പെൺകുട്ടീനെ കാണിക്കുന്നുണ്ട്. ഇവളും നമ്മുടെ ഹീറോ നിൽക്കുന്ന അതേ സ്പേസിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്നാൽ ഇപ്പോൾ അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു മഴയൊക്കെ നനഞ്ഞുകൊണ്ട് ഒരുപാട് നേരം അവള് അവനെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇതേ സമയത്ത് തന്നെ ആ ഒരു പെൺകുട്ടിയുടെ ഫ്രണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കുറെ നേരം ഇങ്ങനെ ഇവനെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടും അവൻ വരാത്തതുകൊണ്ട് തന്നെ അവളും അവളുടെ ഫ്രണ്ടും കൂടിയിട്ട് ക്യാൻറ്റീനിലേക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്നുണ്ട്. ഇവർ ഭക്ഷണം കഴിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഹീറോയിന് ഇവനെ ഒരുപാട് ഇഷ്ടമാണെന്നുള്ളത്. എന്നാൽ ഇത്രയും നാളായിട്ടും അവള് ഈ ഒരു കാര്യമൊന്നും അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവനിപ്പോ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അവൻ എണീക്കുന്നുണ്ട്. എന്നാൽ പോകുന്ന സമയത്ത് തന്നെ അവൾ തൊട്ട് നോക്കിയിട്ട് നിനക്കെന്തോ ടെമ്പറേച്ചർ ഉണ്ടെന്നാണല്ലോ തോന്നുന്നത്, നൈറ്റ് കിടക്കുന്നതിന് മുന്നേ ഒരു ടാബ്ലറ്റ് കഴിച്ചിട്ട് കിടന്നാൽ മതി, നാളത്തേക്കെല്ലാം സെറ്റ് ആവുമെന്ന് പറയാണ്. നമ്മുടെ ഹീറോയിനും അവനോട് എങ്ങനെ പറയാന്ന് ആലോചിച്ചിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. ഇവള് വീട്ടിലേക്ക് വന്നതിന് ശേഷം ആ ഒരു ഹാം റേഡിയോ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഹീറോയിനെ വിളിക്കുന്നുണ്ട്. ഹീറോ ഇപ്പൊ പറയാണ്, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് സമയം അവിടെ കാത്തു നിന്നിട്ടുണ്ട്, എന്നാൽ നീ അവിടേക്ക് വരാത്ത എന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അവൾക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദേഷ്യം വരുന്നുണ്ട്. നിനക്ക് വേണ്ടിയിട്ട് 2 മണിക്കൂറാണ് ഞാൻ അവിടെ പോസ്റ്റ് അടിച്ച് നിന്നത്, എന്തിന് ആ ഒരു മഴ മുഴുവൻ നനഞ്ഞിട്ട് എനിക്ക് ഫീവർ വരെ വന്നിട്ടുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഹീറോയ്ക്ക് ദേഷ്യം വരാണ്. നിനക്ക് വരാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് അതങ്ങ് പറഞ്ഞാൽ പോരെ, ഇന്ന് മഴയെ പെയ്തിട്ടില്ലായിരുന്നല്ലോ, ഒരു സോറി പറയുന്നതിന് പകരമായിട്ട് നീ ഇത്രയും വലിയ നുണയൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടിയിട്ട് വഴക്ക് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ആ ഒരു ലൈനും കട്ടാവുന്നുണ്ട്. ഇപ്പൊ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഹീറോ അവിടെ നിന്നിട്ട് ബാസ്കറ്റ് ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഇവൻ പ്രപ്പോസ് ചെയ്തിട്ടില്ല നമ്മുടെ ഹീറോയിനെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവളെ കണ്ട സമയത്ത് അവളെ ഫേസ് ചെയ്യാൻ പറ്റാതെ അവൻ അവിടുന്ന് പോവുകയാണ്. കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ രാത്രി ആയിട്ടുണ്ട്. നമ്മുടെ ഹീറോയും അവന്റെ ഫ്രണ്ട് കൂടിയിട്ട് അതേ ബാസ്കറ്റ് ബോൾ ഗ്രൗണ്ടിൽ ഇരുന്നിട്ട് ഇപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറോ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നാളെ പോയിട്ട് ആ ഒരു പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നുണ്ട്, തീർച്ചയായിട്ടും അവന്റെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് തോന്നുന്നത്, എന്തായാലും നോക്കാന്ന് പറയുന്നുണ്ട്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവനെ ഹാം റേഡിയോയിൽ വിളിച്ചിട്ടുള്ള ആ ഒരു പെൺകുട്ടി, അവളുടെ പേര് മ്യൂനി എന്നാണ്, അവളെയാണ് ഇപ്പൊ കാണിക്കുന്നത്. അവൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോ സ്റ്റേ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്ക് വന്ന് നോക്കുകയാണ്. നോക്കുന്ന സമയത്ത് അവിടെ ഒരു വാച്ച്മാൻ ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് നീ എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ അയാൾ ചോദിക്കുകയാണ്. അത് പിന്നെ എനിക്ക് ഒരാളെ കാണാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതെന്ന് പറയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ വാച്ച്മാൻ ചിരിച്ചിട്ട് അവളുടെ അടുത്ത് പറയാണ്, അങ്ങനെയാണെങ്കിൽ ആ ഒരു ഫോൺ ബൂത്തിലേക്ക് പോയി നോക്ക്. ആ ഫോൺ ബൂത്തിലേക്ക് ടോർച്ച് അടിച്ച് കാണിക്കുകയാണ്. അവളിപ്പോ ഫോൺ ബൂത്തിലേക്ക് പോയി നോക്കുന്നുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന ലെറ്റേഴ്സ് എല്ലാം കാണാണ്. 6 മണിക്ക് ബാസ്കറ്റ് ബോൾ കോർട്ടിലേക്ക് വാ, 8 മണിക്ക് നമുക്ക് ഡിന്നറിന് പോവാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ഫോൺ ബൂത്തിന്റെ ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ലവേഴ്സ് ഇതുപോലെ ഓരോരോ കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വാച്ച്മാൻ ആ ഒരു ഫോൺ ബൂത്തിലേക്ക് പോകുന്നത് ചിരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മിനി ഇപ്പോൾ അവളുടെ വീട്ടിലാണുള്ളത്. അവളിപ്പോൾ ഹാം റേഡിയോ കയ്യിലെടുത്തിട്ട് നിനക്ക് വേണ്ടിയിട്ട് ഞാൻ 2 മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഇപ്പോൾ ഹീറോനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ ഹീറോ അത് വിശ്വസിക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഞാനും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് അവൻ കുറച്ച് കടുപ്പത്തിൽ പറയാണ്. ഇപ്പൊ മിനി ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ഏത് മെസ്സഞ്ചർ ആപ്പാണ് യൂസ് ചെയ്യുന്നത്? ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഹീറോയ്ക്ക് ഷോക്ക് ആവുന്നുണ്ട്. മെസ്സഞ്ചർ ആപ്പോ, അതെന്താ? നിന്റെ അടുത്ത് സ്മാർട്ട് ഫോണിലാണോ? ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഹീറോ വീണ്ടും ക്യൂരിയസ് ആവാണ്. സ്മാർട്ട് ഫോണോ? അത് നീ സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞാൽ എന്താന്ന് എനിക്ക് പറഞ്ഞോണ്ടാ, അതൊന്നും എന്റെ കയ്യിലില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ മ്യൂനി പറയാണ്, നമ്മൾ ഏത് വർഷത്തിലാണ് ജീവിക്കുന്നതെന്ന്
പറയില്ലേ, ഈ ഒരു കാലഘട്ടത്തിൽ ഫോണില്ലാത്ത ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല എന്ന് പറയാണ്. ഏത് വർഷത്തിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1999. അതിലിപ്പോ എന്താ 1999? ഇപ്പൊ 2021 ആവുന്നുണ്ട്. ആ ഒരു സമയത്താണോ 1991 എന്ന് പറയുന്നത്? ഇപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ മിനിയാണെന്നുണ്ടെങ്കിൽ നിന്റെ നമ്പർ കൊണ്ടാന്ന് പറഞ്ഞിട്ട് അവന്റെ നമ്പർ വാങ്ങുന്നുണ്ട്. എന്നാൽ ആ ഒരു നമ്പർ ആണെന്നുണ്ടെങ്കിൽ സീറോയിൽ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ മ്യൂണിക്ക് നല്ല രീതിയിൽ ഡൗട്ട് അടിക്കുകയാണ്. സീറോയിൽ നിന്ന് ആരംഭിക്കുന്ന മൊബൈൽ നമ്പറൊന്നും നമ്മുടെ നാട്ടിലില്ലല്ലോ, ഇതേതാ നമ്പർ എന്ന് ആലോചിച്ചിട്ട് അവളിപ്പോൾ വിളിച്ചു നോക്കുകയാണ്. എന്നാൽ ഇങ്ങനെ ഒരു നമ്പർ നിലവിലില്ല എന്നാണ് പറയുന്നത്. ഇവനെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് തന്നെ ആ ഒരു ഹാം റേഡിയോ വഴി തന്നെ, ശരി നാളെ ഒരു ഫോൺ ബൂത്തിന്റെ അടുത്തേക്ക് ഞാൻ വരാം, നിന്നെ കണ്ടിട്ടില്ലെങ്കിൽ എന്റെ നമ്പർ അവിടെയുള്ള ഒരു പില്ലറിൽ ഞാൻ എഴുതി വെച്ചിട്ട് പോയിക്കോളാം, നീ എന്നെ വിളിക്കുന്നു പറയാണ്. ഇപ്പൊ ഹീറോയും ഓക്കെ എന്ന് പറയുന്നുണ്ട്. ഹീറോയും ഇപ്പൊ ആ ഒരു ഫോൺ ബൂത്തിന്റെ അടുത്തേക്ക് പോയി നിൽക്കുന്നുണ്ട്. നമ്മുടെ മ്യൂണിയും ആ ഒരു ഫോൺ ബൂത്തിന്റെ അടുത്താണ് ഉള്ളത്. എന്നാൽ നമ്മുടെ ഹീറോ നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ടായിരുന്നു. മ്യൂണി നിൽക്കുന്ന ആ ഒരു ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. കാരണം 2021 ആരാണ് ഇതുമാതിരി ഫോണൊക്കെ ഉപയോഗിക്കാറുള്ളത്? ഇപ്പൊ ആ ഒരു ഫോൺ ബൂത്തിന്റെ ഉള്ളിലേക്ക് മ്യൂണി കയറി നോക്കുന്നുണ്ട്. അവിടേക്ക് അരിച്ചു പറിക്ക് നോക്കുന്ന സമയത്ത് ഹീറോന്റെ പേരും അവന്റെ നമ്പറൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതും ആ ഒരു ഫോൺ നമ്പർ എഴുതിയിട്ട് ഒരുപാട് നാളായതുപോലെയുണ്ട്. ഈ ഒരു കാര്യം കണ്ട സമയത്താണ് നമ്മുടെ മ്യൂണിക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ഹീറോ പറഞ്ഞതെല്ലാം സത്യമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു എന്നുള്ളത്. അവൻ ശരിക്കും 1999 എന്നുള്ളതും. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഹീറോനെയാണ് കാണിക്കുന്നത്. ഹീറോ ഇപ്പോൾ അവൻ ഇഷ്ടപ്പെട്ട ആ ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക് വന്നിട്ട് ഇപ്പൊ അവളോട് പറയുന്നുണ്ട്, ഞാൻ അന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തെറ്റാണ്, ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവനിപ്പോ സോറി പറയാണ്. ഇപ്പൊ ആ ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അതൊന്നും കുഴപ്പമില്ല, ഞാനതൊക്കെ അപ്പോഴേ വിട്ടു എന്ന് പറഞ്ഞിട്ട് ഇവര് വീണ്ടും പഴയതുമാതിരി സംസാരിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഇപ്പോ രാത്രി ആയിട്ടുണ്ട്. മ്യൂണിയും അതുപോലെ തന്നെ നമ്മുടെ ഹീറോയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഹീറോ പറയുന്നുണ്ട്, നാളെ ഞാനൊരു പെൺകുട്ടീനെ ഫസ്റ്റ് ടൈം ആയിട്ട് ഡേറ്റ് ചെയ്യാൻ പോവാണ്, നിനക്ക് എന്തെങ്കിലും ഉപദേശം തരാനുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ മ്യൂണിയും വളവളാന്ന് ഒരുപാട് കാര്യങ്ങൾ അവനെ പറഞ്ഞ് ഉപദേശിക്കുകയാണ്. ഒരുപാട് ടിപ്സ് അവളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിറ്റേ ദിവസം മ്യൂണി പറഞ്ഞു കൊടുത്തിട്ടുള്ള ആ ഒരു രീതിയിൽ ഹെയർ കട്ടും അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് അവൻ അവിടെ പോയി നിൽക്കുന്നുണ്ട്. ഇവനെ കണ്ട സമയത്ത് തന്നെ ആ ഒരു പെൺകുട്ടിക്ക് ഇവരോട് ചെറിയൊരു ക്രഷൊക്കെ തോന്നുന്നുണ്ട്. ഇതൊരു പതിവായി മാറുമായിരുന്നു. മ്യൂണിയുടെ അടുത്ത് ഇതുപോലുള്ള ടിപ്സ് എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവൻ ലവ് ചെയ്യുന്ന ആ ഒരു പെൺകുട്ടീനെ അവൻ നല്ല രീതിയിൽ ഇംപ്രസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന്റെ ഇടയിൽ ഒരു ദിവസം മ്യൂണി പറയാണ്, നിന്റെ മനസ്സിൽ അവളോട് ഒരുപാട് ഇഷ്ടമുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, നീ ഭയങ്കര ജെന്യൂൻ ആയിട്ട് അവളെ നാളെ തന്നെ പ്രപ്പോസ് ചെയ്യും, അവൾ എന്തായാലും മിസ് പറയുന്നു പറയാണ്. പിറ്റേ ദിവസം തന്നെ അവൻ പോയിട്ട് അവളെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ഇവൾ ഓക്കെ പറഞ്ഞതും അവന് ഒരുപാട് സന്തോഷമാവാണ്. റോട്ടിലേക്ക് കിടന്നിട്ട് കുത്തി മറിച്ച് ഡാൻസ് കളിച്ചിട്ടാണ് അവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വീട്ടിലേക്ക് വന്ന ഉടനെ തന്നെ അവൻ മ്യൂണിനെ വിളിക്കുകയാണ്. എന്നിട്ട് ഒരുപാട് താങ്ക്സ് പറയുന്നുണ്ട്. നീ ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇവരിങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നതിന്റെ ഇടയിൽ മ്യൂണി ഇപ്പൊ പറയുന്നുണ്ട്, നീ 1999 പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതേ സെയിം യൂണിവേഴ്സിറ്റിയിലാണ് എന്റെ അച്ഛനും പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഹീറോയും നിന്റെ അച്ഛന്റെ പേരെന്താന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ മ്യൂണി പറയാണ്, എന്റെ അച്ഛന്റെ പേര് ടോം എന്നാണെന്നാ. എന്ത് ടോമോ? അവൻ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല, അവൻ നിന്റെ അച്ഛനാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട്. ഇപ്പം മ്യൂണി പറയാണ്, എനിക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്, നമ്മൾ വേറെ വേറെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്, നമ്മൾ സംസാരിക്കുന്നത് വേറെ വേറെ കാലഘട്ടങ്ങളിൽ നിന്നാണ്. നീ 20 വർഷം പാസ്റ്റിൽ നിന്നാണ് സംസാരിക്കുന്നത്, ഞാൻ 20 വർഷം ഫ്യൂച്ചറിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ഹാം റേഡിയോ അത് എന്റെ അച്ഛൻ്റെയാണ്. എനിക്ക് തോന്നുന്നത് നീയും അതേ റേഡിയോനെയാണ് യൂസ് ചെയ്യുന്നതാണ്. ഈ ഒരു റേഡിയോയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നിന്റെ റേഡിയോയിൽ അതേപോലത്തെ ഒരു സ്റ്റിക്കർ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ ഹീറോയും ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. എന്നാൽ അവന്റെ റേഡിയോയിൽ അങ്ങനെ ഒരു സ്റ്റിക്കർ ഒന്നും കാണാനായിട്ടുണ്ടായിരുന്നില്ല. ശരി, എന്റെ അച്ഛനെ നിനക്ക് അറിയെങ്കിൽ തീർച്ചയായിട്ടും എന്റെ അമ്മേനെ പറ്റിയിട്ട് നിനക്ക് അറിയായിരിക്കുമല്ലോ, അവളുടെ പേരെന്താന്ന് ഹീറോ ഇപ്പൊ ചോദിക്കുന്നുണ്ട്. അമ്മേന്റെ പേര് ഹൻസോൾ എന്നാണെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹീറോ നല്ല രീതിയിൽ ഷോക്കാവാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ലവ് ചെയ്യുന്ന ആ ഒരു പെൺകുട്ടിയുടെ പേര് ഹൻസോൾ എന്ന് തന്നെയാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയ്ക്ക് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. അവൻ ദേഷ്യത്തിൽ ആ ഒരു മയക്ക് പിടിച്ച് വലിക്കുകയാണ്. അപ്പൊ തന്നെ അത് പൊട്ടിപ്പോകുന്നുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ സിഗ്നൽ കട്ടായതുകൊണ്ട് തന്നെ ഇവൾക്ക് എന്താ സംഭവിക്കുന്നുള്ളത് ഒരു പിടുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല. അവളിപ്പോ നേരെ അവൾ വളർത്തുന്ന ആ ഒരു പെറ്റിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോ വളർത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ആമയല്ലേ, അതേ ആമ തന്നെയാണ് ഇവളും പെറ്റായിട്ട് വളർത്തുന്നത്. ഇവിടെ നമ്മുടെ ഹീറോയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിഞ്ഞതുകൊണ്ട് തന്നെ അവന്റെ ലവറും ആ ഫ്രണ്ടും തമ്മിൽ സംസാരിക്കുന്നത് കാണുന്ന സമയത്ത് ഇവൻ നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട്. വളരെ നോർമലായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ പോലും അവൻ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുകയാണ്. അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ചോദിക്കുന്നുണ്ട്. അതായത് ഇവൻ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക്. ഇപ്പൊ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവനും ഇപ്പൊ അവളെ കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോവാണ്. അവിടെ ചെന്ന സമയത്ത് ഇവൾ ആ ഒരു ഹാം റേഡിയോ കാണുന്നുണ്ട്. ഇവൾക്ക് ഹാം റേഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് തന്നെ ഹീറോയിനും ചേർന്നെടുത്തുള്ള ഒരു ഫോട്ടോ അതിന്റെ മുകളിൽ ഇവൾ ഒട്ടിച്ചു വെക്കുന്നുണ്ട്. ഈ ഒരു കാര്യം കണ്ട സമയത്ത് തന്നെ ഹീറോയ്ക്ക് നല്ല രീതിയിൽ ഷോക്ക് ആവാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിനിയുടെ ഹാം റേഡിയോയിൽ ഇതുപോലെ സ്റ്റിക്കർ ഉണ്ടെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതേ സെയിം സ്റ്റിക്കറാണ് ഇപ്പോൾ ഇവന്റെ ഹാം റേഡിയോയിലും വന്നിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ മ്യൂണിനെയാണ് കാണിക്കുന്നത്. ഇവളുടെ അച്ഛനും നമ്മുടെ ഹീറോയും ഒരേ കോളേജിൽ പഠിച്ച ആൾക്കാരാണെന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവളുടെ അച്ഛന്റെ ഡയറിയും അതുപോലെ തന്നെ പഴയ ആൽബം ഒക്കെ ഇവൾ എടുത്ത് നോക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് അതിൽ ഭയങ്കര ക്ലോസ് ആയിട്ട് ഒരാളുടെ ഫോട്ടോ കാണുന്നുണ്ട്. ഇയാളെ പക്ഷേ ഇവൾ നേരിട്ട് ഇതുവരെ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. ഈ ഒരു ഫോട്ടോയും കാര്യങ്ങളെല്ലാം ഇവൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവളുടെ അമ്മ ഇവളെ വിളിക്കുന്നുണ്ട്. ഇപ്പൊ മ്യൂണി അവളുടെ അമ്മേന്റെ അടുത്ത് ഇതുപോലെ നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു പ്രണയം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ അമ്മ പറയാണ്, എനിക്ക് അങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു ടൈമിൽ പെട്ടെന്ന് ഒരു ദിവസം അവനെ കാണാതെ ആയിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് അവനെ തേടി നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവനെ ഞങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട്
കാണിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ മ്യൂനിക്ക് ആകെ ഷോക്ക് ആവാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറോയിന്റെ ഫ്രണ്ടും അവന്റെ ലവറും ചേർന്ന് വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ മ്യൂനി ഉണ്ടാവുള്ളൂ. നമ്മുടെ മ്യൂനിക്കൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം പ്രണയം പോലും ഉപേക്ഷിച്ചിട്ട് അവൻ നാട് വിട്ട് പോയിട്ടുണ്ട്. ഈ ഒരു കാര്യമൊക്കെ ആലോചിച്ചിട്ട് മ്യൂനി വളരെ ഫീൽ ചെയ്തിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ബാസ്കറ്റ് ബോൾ മാച്ചാണ് കാണിക്കുന്നത്. ആ ഒരു മാച്ചിൽ നമ്മുടെ ഹീറോയിൻ കളിക്കുന്നുണ്ടായിരുന്നു. അവനെ എൻകറേജ് ചെയ്യാനായിട്ട് ഹീറോയിൻ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അവളിപ്പോൾ അവിടെ ഇരുന്നിട്ട് അവിടേക്ക് നോക്കിയിട്ട് അവന് ചെയർ ചെയ്യാണ്. ഇതേ സമയത്ത് തന്നെ ഹീറോയിന്റെ ഫ്രണ്ടും അവിടേക്ക് വരുന്നുണ്ട്. ഇവർ രണ്ടുപേരും കൂട്ടിയിട്ട് പല കാര്യങ്ങളും സംസാരിച്ചിട്ട് ആ ഒരു മാച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കളിക്കുന്നതിന്റെ ഇടയിൽ നമ്മുടെ ഹീറോ ഈ ഒരു കാര്യം കാണുന്നുണ്ട്. ഇവർ രണ്ടുപേരും നോർമൽ ആയിട്ടാണ് സംസാരിക്കുന്നത്. എന്നാൽ നമ്മുടെ ഹീറോയിന്റെ ഉള്ളിൽ ആ ഒരു കാര്യങ്ങളെല്ലാം കിടക്കുന്നതുകൊണ്ട് തന്നെ അവനിപ്പോൾ കളിയൊക്കെ നിർത്തി കയറി വരുന്നുണ്ട്. എന്നിട്ട് അവന്റെ ഫ്രണ്ടിനെ എടുത്തിട്ട് അടിക്കുകയാണ്. എല്ലാവർക്കും ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപാട് അത്ഭുതമാവുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും അത്രയും ക്ലോസ് ഫ്രണ്ട്സ് ആണ്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിന്റെ ലവറിനെ കാണാനായിട്ട് അവന്റെ ഫ്രണ്ട് വരുന്നുണ്ട്. അവൻ എന്നെ അടിച്ചൊന്നും നീ വലിയ കാര്യമായിട്ട് എടുക്കണ്ട. അവന്റെ മനസ്സിൽ എന്തോ ഒരു ടെൻഷൻ കിടന്ന് കളിക്കുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് അവന് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടെന്നൊക്കെ അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവന്റെ ഫ്രണ്ടിനെ തല്ലിയില്ലേ അവന് നല്ല രീതിയിൽ കിൽട്ടുണ്ടായിരുന്നു. അവനിപ്പോ ആ ഒരു ഹാമറേഡിയുടെ മുന്നിൽ വളരെ ടെൻഷനിൽ അങ്ങനെ വന്നിരിക്കുകയാണ്. ഇപ്പൊ ഹാമറേഡിയുടെ മയക്കും പൊട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ മീനുമായിട്ടും സംസാരിക്കാനായിട്ട് അവന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇവന്റെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ആ ഒരു സമയത്തൊക്കെ അവൻ സംസാരിച്ചുകൊണ്ടിരുന്നത് അവന്റെ പെറ്റായിട്ടുള്ള ആ ഒരു ആമേന്റെ അടുത്തായിരുന്നു. ആമേന്റെ അടുത്ത് സംസാരിക്കാനായിട്ട് അവൻ വരുന്നുണ്ട്. നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു റൂമിലൊന്നും അതിനെ കാണാനായിട്ടുണ്ടായിരുന്നില്ല. അത് പുറത്തേക്ക് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആമേനെ തെരഞ്ഞിട്ട് അവൻ പുറത്തേക്ക് വരികയാണ്. നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിന്റെ ഫ്രണ്ടും ഹീറോയിനും കൂടിയിട്ട് ആ ഒരു ആമേനെ എടുത്ത് നിൽക്കുന്നതാണ് ഇവൻ കാണുന്നത്. ഇതുകൂടി കണ്ടു കഴിഞ്ഞപ്പോൾ അവന് നല്ല രീതിയിൽ ടെൻഷൻ ആവാണ്. എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഫ്യൂച്ചർ മാറ്റാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ഞാൻ ആ ഒരു ഫ്യൂച്ചർ മാറ്റിയിട്ടുണ്ടെങ്കിൽ മ്യൂനിയുടെ ലൈഫും ഇല്ലാതെയാവും. ഈ ഒരു കാര്യമൊക്കെ ആലോചിച്ചിട്ടാണ് നമ്മുടെ ഹീറോ നാട് വിട്ട് പോകുന്നത്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് മ്യൂനിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഹാമറേഡിയിൽ നിന്നും പ്രത്യേകിച്ച് സിഗ്നൽ ഒന്നും വരാത്തതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല രീതിയിൽ ടെൻഷൻ ആവുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അവളുടെ ഒരു ഫ്രണ്ട് അവളെ കാണാനായിട്ട് വരികയാണ്. നീ പറഞ്ഞിട്ടുള്ള കഥകളെല്ലാം വെച്ചിട്ട് ഒരാളെ ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അന്ന് നാട് വിട്ടുപോയിട്ടുള്ള അയാളായിരിക്കും ഈ ഒരു കഥയെല്ലാം എഴുതിയിട്ടുണ്ടാവുക. അയാൾ ഇവിടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. നീ ബുക്കുമായിട്ട് പോവാണെന്നുണ്ടെങ്കിൽ അയാൾ നിനക്ക് സൈൻ ചെയ്തിരുന്നു പറയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ മ്യൂനിക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സന്തോഷമാവാണ്. അവളിപ്പോ അവളുടെ ഫ്രണ്ട് പറഞ്ഞ സ്ഥലത്തേക്ക് ഓടി പോകുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ ഹീറോയ്ക്ക് ഒരു റൈറ്റർ ആവണമെന്നായിരുന്നു ആഗ്രഹം. എന്നാൽ അതൊന്നും വർക്കാവില്ലെന്ന് അറിയാത്തതുകൊണ്ടാണ് അവൻ എഞ്ചിനീയറിംഗിൽ ചേർന്നിട്ടുണ്ടായിരുന്നത്. അവന്റെ ലവറിനെ നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ അവനിപ്പോ അവിടുന്ന് പോയിട്ട് ഒരു റൈറ്ററായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മുടെ മ്യൂനി ഇപ്പോൾ ഹീറോയിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അവന്റെ അടുത്ത് സൈൻ വാങ്ങുന്നതിനായിട്ട് എല്ലാവരും ലൈനിൽ അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അവളാണെന്നുണ്ടെങ്കിൽ വളരെ അത്ഭുതത്തോടെ തന്നെ നമ്മുടെ ഹീറോയിനെ തന്നെ നോക്കി മുന്നോട്ടേക്ക് നടക്കുന്നുണ്ട്. ഇപ്പൊ പോയിട്ട് അവളുടെ ചാൻസ് ആവുന്നുണ്ട്. അവളിപ്പോ ബുക്ക് ഹീറോയ്ക്ക് കൊടുക്കുകയാണ്. മുഖത്ത് പോലും നോക്കാതെ നിന്റെ പേരെന്താന്നുള്ളത് അവൻ ചോദിക്കുന്നുണ്ട്. എന്റെ പേര് മ്യൂനി എന്നാണ്. ഇത് കേട്ട ഉടനെ തന്നെ ഹീറോ ഷോക്കായിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അതിനുശേഷം പഴയ കാര്യങ്ങളെല്ലാം ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറോ ഇപ്പൊ അവൾക്ക് വേണ്ടിയിട്ട് ആ ബുക്കിൽ ഒരു ഓട്ടോഗ്രാഫ് എഴുതുന്നുണ്ട്. അവിടുന്ന് പുറത്തേക്ക് വന്ന ഉടനെ തന്നെ മ്യൂനി ഇപ്പൊ ആ ഒരു ബുക്ക് തുറന്ന് നോക്കുകയാണ്. അതിൽ എന്തായിരുന്നു എഴുതിയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്താണോ മനസ്സിൽ തോന്നുന്നത് ഒട്ടും സംശയിക്കാതെ നീ അത് തന്നെ ചെയ്യണമെന്നായിരുന്നു ആ ഒരു ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. മ്യൂനി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോ എഴുതിയിട്ടുള്ള ആ ഒരു കാര്യം മനസ്സിലിങ്ങനെ ആലോചിച്ചുകൊണ്ട് വരികയാണ്. ഇതിനിടയിൽ ഇവൾക്ക് ഇഷ്ടമുള്ള, അതായത് ഇവള് വൺ സൈഡായിട്ട് ലവ് ചെയ്യുന്ന ആ ഒരു പയ്യൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവനെ കണ്ട സമയത്ത് തന്നെ അവനെ പ്രപ്പോസ് ചെയ്യാണ്. അവനും ഇപ്പോ അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പോ രണ്ടുപേരും അങ്ങനെ ഹഗ് ചെയ്ത് നിൽക്കുകയാണ്. ആക്ച്വലി ഇവരെ രണ്ടുപേരെയും നമ്മൾ ഒരുമിപ്പിച്ചത് നമ്മുടെ ഹീറോ തന്നെയാണ്. ഫസ്റ്റ് സീനിലെ മ്യൂനി നമ്മുടെ ഹീറോനെ കാത്തിട്ട് ഒരുപാട് നേരം മഴയത്ത് നിന്നിട്ടുണ്ടായിരുന്നില്ലേ? ആ സമയത്ത് ഈ ഒരു പയ്യൻ കൊടയായിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ലേ? ആ ഒരു കൊട ഇവന്റെ കയ്യിൽ കൊടുത്തിട്ട് അവനെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത് നമ്മുടെ ഹീറോ തന്നെയായിരുന്നു. ഇതേപോലെ അവന്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് സ്വന്തം പ്രണയവും ഉപേക്ഷിച്ച് അവളുടെ പ്രണയത്തിന് വേണ്ടിയിട്ടും നമ്മുടെ ഹീറോ അങ്ങനെ കട്ടക്കി നിന്നിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു സീനും കാണിച്ചിട്ട് സിനിമ ഇവിടെ വെച്ചിട്ട് കഴിയാണ്. എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് നോക്കാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.